നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാ. ഒടുവില് സി ഐക്കിട്ട് നല്ല പണി കിട്ടുന്നുണ്ട്. അപ്പം മൂർത്തി മുത്തശ്ശൻ നേരിട്ട് ഇടപെടുക. അനാമികയുടെ വേണുവിന്റെ ഒക്കെ വിചാരം 20 കോടി അടിച്ചു മാറ്റാം, അല്ലെങ്കിൽ അനന്തപുരി അങ്ങോട്ട് വിഴുങ്ങാന്ന് കരുതിയിരുന്ന. പക്ഷേങ്കിൽ ഒരു 5 പൈസ പോലും കൊടുക്കാതെ സി ഐയുടെ വേണുവിന്റെ എല്ലാം പിടിയിൽ നിന്നും അനിയെ രക്ഷിക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ. അതിന്റെ നല്ല വിശേഷങ്ങളും വേണുവിനിട്ടും സി ഐക്കിട്ട് നല്ല പണി കൊടുക്കുന്നതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്നൊരു വിശേഷം തന്നെയായിരുന്നത്. മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ അറിയണം, മുത്തശ്ശനെതിരാത്ത് ഇടപെടണം, എത്രയും പെട്ടെന്ന് തന്നെ അനിയെ മോചിപ്പിക്കണം എന്നൊക്കെയുള്ള. അപ്പോൾ ഒരു സന്തോഷകരമായ അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് അടുത്ത ആഴ്ച കാണുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു ഒടുവിൽ നന്ദു അനിയയും കൊണ്ട് പോവുകയാണ്. അപ്പം ജഡ്ജിന്റെ അടുത്ത് പോയി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പൊ കോടതി അവസാനിക്കാറായി, ഇനി അപ്പം അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ലെന്നൊക്കെ സി ഐ പറഞ്ഞു. അപ്പം ജഡ്ജിന്റെ അടുത്തേക്ക് പോകാം, സമയം കഴിഞ്ഞിട്ടല്ലോ, അങ്ങനെ അവിടെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താന്നൊക്കെ പറഞ്ഞ് നന്ദു അനിയൻ കൂട്ടിക്കൊണ്ട് ഇറങ്ങുക. ആ സമയം നന്ദുവിന്റെ അരികിലാണ് അനി ഇരിക്കുന്നത്. അനി ഇരിക്കുമ്പോ അനിയുടെ മനസ്സ് വേറൊന്നുമില്ല. താൻ ജഡ്ജിന്റെ അടുത്തേക്ക് മൊഴി കൊടുക്കാൻ പോവാന്നോ, അനാമികയുടെ കർണത്തടിച്ചേന് അവള് കൊണ്ട് കേസ് കൊടുത്തതിന്റെ പേരിൽ തന്നെ അറസ്റ്റ് ചെയ്തെന്നോ, അതൊന്നും മനസ്സിലില്ല. ആകെയുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നന്ദുവിന്റെ മുഖം. അത് മാത്രം അനിയുടെ മനസ്സിലുള്ളൂ. പോകുന്ന സമയത്ത് അനി നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കണം. അപ്പൊ നന്ദു ചെന്താ ഒന്നുമില്ല. നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അനിക്ക് ചിരിയാ വന്നേ. നന്ദു നല്ല ടെൻഷനിലിരിക്കുക. പക്ഷെ അനി അങ്ങനെയല്ല, അനിയുടെ മുഖത്തൊരു പ്രണയഭാവമായിരുന്നു. നന്ദു പറഞ്ഞു, അനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മനുഷ്യനിവിടെ ആകെപ്പാടെ തീ തിന്നിരിക്കുക. അപ്പോഴാ നിന്റെ ഈ റൊമാൻറ്റിക്ക്. അതെ, എങ്ങനെ അനാമിക്കിട്ട് അടി കൊടുത്താൽ എന്താ കുഴപ്പം? നിന്റെ അടുത്ത് ഇരുന്ന് എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നിന്നോട് മുട്ടിയിരുമിയിരുന്ന്. അതൊരു ഭാഗ്യമായിട്ടാ ഞാൻ കാണുന്നത്. ഇതേ മിണ്ടാതിരുന്നോട്ടോ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. പക്ഷെ ആ സമയത്ത് അനി ചിരിക്കുകയോ ചെയ്തേ. അങ്ങനെ അവര് ജഡ്ജിന്റെ അടുത്ത് പോയി സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അനിയുള്ള കാര്യം പറഞ്ഞു. അനാമിക പറഞ്ഞ കാര്യങ്ങളും എല്ലാം ജഡ്ജിനോട് തുറന്നു പറയാ. അങ്ങനെ തുറന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ആ സമയത്ത് സിയയുടെ ഉള്ളിലൊരു ഇടിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ അനിയെന്ന് പറയുന്നവൻ നന്ദുവിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവോ. നന്ദുവിന്റെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ടെന്ന് തോന്നേ. അതുകൊണ്ടാണ് നന്ദുവിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണേ. ഇതെങ്ങനെയും എത്രയും പെട്ടെന്നൊന്ന് കലക്കണം, എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അനി ഒരു കാരണവശാലും പുറത്തിറങ്ങാത്ത രീതിയിലാക്കണം. അല്ലെങ്കിലും ഇനിയിപ്പോൾ അവന് പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അവന് ജാമ്യം കിട്ടാനും പോകുന്നില്ല. കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ അവന് ജാമ്യം കിട്ടരുത്, അവനകത്ത് കിടക്കണം. അതായിരുന്നു സി ഐയുടെ വിചാരം. പക്ഷേങ്കില് അനാമികയുടെ വേണുവിന്റെ ഒക്കെ വിചാരമല്ല, അവർക്ക് പണമാണ് പ്രധാനം. എങ്ങനെയും കുറെ പണം തട്ടിയെടുക്കണം. ഇനിയിപ്പം അനാമിക കേസ് പിൻവലിക്കുവാണെങ്കിലോ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീരുമാനമാവും. ഒരു കാരണവശാലും ചിലപ്പോൾ ജാമ്യം കിട്ടിയെന്നൊന്നും വരത്തില്ല. അങ്ങനെ വന്നാൽ ജയിലിലേക്കൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം അനന്തപുരിക്കാരെ ഊറ്റാം എന്നൊരു ചിന്തയായിരുന്നു വേണുവിനും അനാമികയ്ക്കൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഒരു വട്ടം പോയി വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വേണു വീട്ടിലേക്ക് വരുമ്പോൾ അനാമിക ചെന്നിട്ട് ചോദിച്ചു, എന്താ വെച്ചാൽ കാര്യങ്ങൾ? പേടിക്കണ്ട മോളെ, ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പേടിക്കണേ? ഈ തവണ അവനെ കുരുക്കിയേ തന്നെയാ. രേവതി വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ നടക്കുവോന്നോ? അതെ, വക്കീലിനോട് സംസാരിച്ചപ്പോൾ വക്കീല് പറഞ്ഞു, എന്താ ഒരു 10 കോടി രൂപയുടെ കാര്യം പറഞ്ഞു. വക്കീല് പറഞ്ഞു 20 കോടിയാണെങ്കിലും തരാനുള്ള ആസ്തി അവർക്കുണ്ടെന്ന്. കോടികളുള്ളതല്ലേ, പിന്നെ എന്താ കുഴപ്പം രേവതി? അപ്പോഴേക്കും രേവതി ചോദിച്ചു, ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണ് വേണുവേട്ട? പിന്നല്ലാതെ അത്തരം പണമൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കടമൊക്കെ വീട്ടിൽ നല്ല സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാലോ. അനാമിക പറഞ്ഞു, അത് ശരിയാ അച്ഛാ, എന്നിട്ട് വേണം എനിക്ക് കല്യാണം കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം. അവനുമായിട്ടുള്ള ഡിവോഴ്സും കാര്യങ്ങളും നടക്കണം. എത്രയും പെട്ടെന്ന് തന്നെ അത് നടന്നാൽ മതിയായിരുന്നു. വേണു പറഞ്ഞു, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അറിയാലോ. അനന്തപുരിയിലെ ആ കിളവിന് ഇത്രയും ബുദ്ധി കൂടിയിട്ടായപ്പാ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങേര് വീഴുമെന്ന് തോന്നില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇനി വീഴാതിരിക്കാൻ പറ്റില്ലോ. കൊച്ചുമോന് വേണ്ടിയിട്ട് 20 അല്ല, ഇനിയിപ്പോൾ 100 കോടി കൊടുക്കാനും ചിലപ്പോൾ അങ്ങേര് തയ്യാറാവും. അല്ലാതെ അവനെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ റിമാൻഡ് വിടുമെന്നറിയാം. ഒരു കോംപ്രമൈസിന് ഉറപ്പായിട്ടും അയാൾ തയ്യാറാവും. അതുകൊണ്ട് നമുക്ക് ആ വഴിക്കൊന്ന് നീങ്ങാം എന്ന് പറഞ്ഞു. അതേസമയം ആദർശം നയനയും അനന്തപുരിയിൽ എല്ലാവരും നല്ല ടെൻഷനില്ല. ആർക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. മൂർത്തി മുത്തശ്ശനെ വിളിച്ച് പറയാനും എല്ലാവർക്കും ഒരു മടി. മുത്തശ്ശൻ തീർത്ഥാടനത്തിന് പോയേക്കുക. ആ സമയത്ത് വെറുതെ ഒരു ടെൻഷൻ എടുപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇടയ്ക്ക് നന്ദുവിനെ വിളിച്ച് നയനെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. പക്ഷെ
നന്ദു പറഞ്ഞു ഒരു രക്ഷയില്ല ചേച്ചി, വിടാൻ പറ്റില്ല. അനി ഇപ്പോഴും ലോക്കപ്പിൽ തന്നെയാ. തിരികെ ലോക്കപ്പിൽ കൊണ്ടുപോയി അടച്ചായിരുന്നു. പക്ഷെ അനിക്ക് നല്ല സന്തോഷം, നന്ദു അവിടെ ഉണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സിൽ. പക്ഷേങ്കിൽ നയനിക്കും ആദർശനും ഒക്കെ അന്നത്തെ രാത്രി മറക്കാൻ പറ്റാത്ത രാത്രിയാണ്. ആരും ആഹാരം പോലും കഴിച്ചിട്ടില്ല. എല്ലാവരും അനിയെക്കുറിച്ചുള്ള ചിന്തയില്ല. പക്ഷെ ജലജയ്ക്കും അബിക്ക് സന്തോഷം. അബി പതുക്കെ ജലജയെ വിളിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, അമ്മ ഈ തവണത്തെ കളി ഏറ്റു. ഈ തവണ ഞാൻ പുറത്തിറങ്ങാൻ പോകുന്നില്ല. അനന്തപുരിയിലെ കിളവനൊരു പണി തന്നെ കിട്ടുന്നേ. അനന്തപുരിക്കാർ നാണം കെടാൻ പോവാ. എടാ നീ ഇതിന്റെ പിന്നിലുണ്ടെന്ന് അറിയില്ലല്ലോ. എവിടുന്ന്? എന്നെക്കുറിച്ച് ആർക്കും ഒരു സംശയം പോലും തോന്നില്ല. എടാ ഒരു കാരണവശാലും അങ്ങനെ തോന്നരുത് കേട്ടോ. അങ്ങനെ തോന്നിയാ പിന്നെ നമ്മൾ പുറത്തായിരിക്കും. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. അമ്മ എഴുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നു. അതെ, ജാനിയെ അമ്മയുടെ മനസ്സിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ എളുപ്പമായിരിക്കും. അതൊക്കെ ഞാൻ കൃത്യസമയത്ത് ചെയ്യുന്നുണ്ടാ. എങ്ങനെയെങ്കിലും ഈ കാര്യത്തിനൊരു തീരുമാനമായാൽ മതിയായിരുന്നു. അങ്ങനെയാണ് സമാധാനമായാലും. അനി അകത്ത് കിടക്കണം, അതായിരുന്നു അവരുടെയൊക്കെ വിചാരം. അവരുടെയെന്ന് പറഞ്ഞാൽ ജലജയുടെ അബിയുടെയും വിചാരം. അവനകത്ത് കൊടുക്കണ കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ആ സമയം വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ നന്ദുവിനോട് സിയെ പറഞ്ഞു, നന്ദുവിന് വീട്ടിൽ പോയിക്കോ എന്ന് പറയാ. നന്ദുവിന് ടെൻഷൻ. അനി അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അനി ആക്കിയിട്ട് എങ്ങനെയാ പോകുന്നത്? അവൻ ലോക്കപ്പിലുമാണ്. അല്ല, നന്ദു പറഞ്ഞു, സാറേ വേണ്ട, കുഴപ്പമില്ല, ഞാൻ വേണമെന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നോളാം. അതിന്റെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം അനി എവിടെ ഉണ്ടല്ലോ. അപ്പം നന്ദുവിനെ ഡ്യൂട്ടിക്കിടുന്നത് ശരിയില്ല എന്ന് തോന്നി. ചിലപ്പോൾ നന്ദു അവരോട് പോയി സംസാരിച്ചാലോ. സേ പറഞ്ഞു കഴിയുമ്പോൾ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നന്ദുവിന് വല്ലാത്തൊരു വിഷമമായി. എന്ത് ചെയ്യാൻ പറ്റും? പോവാനും പറ്റില്ല, പോവാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. ഒടുവിൽ അനിയോട് എന്നിട്ട് പറഞ്ഞു, അനി എൻ്റെ ഡ്യൂട്ടി തീർന്നു, എനിക്ക് പോകണം. അപ്പം അനി പറഞ്ഞു, അല്ല ഒരു കാര്യം ചെയ്യാം, ഇന്ന് നീ ഇവിടെ ഡ്യൂട്ടി എടുത്തോ. പിന്നെ ഞാൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ, എല്ലാം സിയെ തീരുമാനിക്കുന്ന പോലല്ലേ. അയാൾ മനഃപൂർവ്വം നമുക്കിട്ട് പണി തരുന്ന. സാരമില്ല, നീ പോയിക്കോ. നാളെ രാവിലെ എനിക്ക് നിന്നെ കാണാൻ പറ്റൂലോ. എന്നാലും അനി നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ടെൻഷൻ നന്ദുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ നന്ദു പോയി. സിയയ്ക്ക് സമാധാനമായി. അവൻ അവിടെ കിടക്കട്ടെ, ഒരു രാത്രി വേറെ തറയിൽ കിടക്കട്ടെ, അതാണ് തൻ്റെ ആവശ്യം. നന്ദു വീട്ടിലേക്ക് എന്നാലും നന്ദുവിന് മനസ്സ് നിറയെ അനിയുടെ മുഖമായിരുന്നു. കനയും ഗോവിന്ദനും ഒക്കെ അനിയെക്കുറിച്ച് ചോദിച്ചു. വ്യക്തമായൊരു മറുപടി നന്ദു പറഞ്ഞുമില്ല. നന്ദുവിൻ്റെ മുഖത്ത് ആ ടെൻഷൻ മനസ്സിലാവുന്നുണ്ടായിരുന്നു കനയ്ക്കും ഗോവിന്ദനും. നന്ദു മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പം കനക ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ടാ ഇതിങ്ങനെ പോയി എങ്ങനെ ശരിയാവും തോന്നില്ല. ആ ആയിട്ടുള്ള വിവാഹം നടക്കുമെന്ന് തോന്നില്ല. നന്ദുവിൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടോ? അനി അകത്തായതിൻ്റെ വിഷമം. അത് ശരിയാ കനകെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്ദു ചെന്നിട്ട് മുറിയിൽ പോയിരുന്ന് ആലോചിച്ചു. പാവം, തന്നെ കാണാന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവിടെ ഇരുന്നത്. പക്ഷെ ആ സിയെ മനഃപൂർവ്വം പണി തന്നു. അതൊക്കെ ഓർത്തിട്ട് നന്ദുവിന് ഉറക്കം വരുന്നില്ല. അനി അവിടെ വെറും തറയിലാണല്ലോ ഇരിക്കണേ. ആ ഒരു ചിന്ത നന്ദുവിൻ്റെ മനസ്സിലേക്കും വന്നു. ഇതേ സമയം വേണു ചില തീരുമാനങ്ങൾ എടുത്തു. വേണുവിൻ്റെ തീരുമാനങ്ങൾ മൂർത്തി മുത്തശ്ശനെ വിളിക്കുക. മൂർത്തി മുത്തശ്ശനെ വിളിച്ച് ഇപ്പം കേസ് പിൻവലിക്കണം. കേസ് പിൻവലിച്ച അനാമി കേസ് പിൻവലിച്ചാൽ മാത്രമാണ് ഇതിനകത്തുനിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ പിൻവലിക്കാനായിട്ട് നഷ്ടപരിഹാരം ചോദിക്കാം. ആ കിളവൻ അറിഞ്ഞിട്ടില്ലെന്നല്ല പറഞ്ഞ്, കിളവനെ വിളിച്ചങ്ങോട്ട് അറിയിക്കാം എന്ന് വിചാരിച്ച് വേണു മൂർത്തി മുത്തശ്ശൻ നമ്പറിലേക്ക് വിളിക്കുക. അപ്പം മൂർത്തി മുത്തശ്ശൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ കോൾ എടുത്തിട്ട് ചോദിച്ചു, എന്താ കാര്യം ചോദിക്കുക. അതെ, അല്ല മൂർത്തി സാർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു. എന്ത് കാര്യങ്ങൾ? കൊച്ചുമോൻ ഇപ്പൊ പോലീസ് ലോക്കപ്പില്ല. പോലീസ് ലോക്കപ്പില്ല എന്തിനാ? അവനെ എൻ്റെ മോളുടെ കർണത്തടിച്ചു, 5 വിരലും പതിഞ്ഞു കിടന്നു. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ മൂർത്തി സാറേ? ഞങ്ങൾ കൊണ്ടേ കേസ് കൊടുത്തു. ഇത് ഇന്നും എന്തെല്ലാം തുടങ്ങിയ കാര്യമല്ലോ. അവനാ മറ്റേ നന്ദു എന്ന് പറയുന്ന പെണ്ണിന്റെ പിന്നാലെ പോയപ്പോൾ പോലും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. കേസ് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അവനെ റിമാൻഡ് ചെയ്യും. നീ എന്തൊക്കെയാ വേണു നീ പറയണേ? സത്യമാണെന്ന് ചോദിക്കും. സത്യമാണോ അല്ലേന്ന് മൂർത്തി സാറിന്റെ കാര്യം ചെയ്യാം, വീട്ടിലേക്ക് വിളിച്ചു നോക്കുക, അപ്പോഴറിയാം. ഒരു കാര്യമുണ്ട്, ഈ കേസ് എന്താണെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ സാറിന്റെ കൊച്ചുമോനെ അകത്താവും, റിമാൻഡ് ചെയ്യും കോടതി ചെന്ന് കഴിയുമ്പോൾ. കാരണം സ്ത്രീ പീഡനമാണേ. അപ്പൊ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. മുത്തശ്ശന് അപകടം മണത്തു. മുത്തശ്ശന് മനസ്സിലായി. പെട്ടെന്ന് മുത്തശ്ശൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ പ്ലാൻ എന്താ? നഷ്ടപരിഹാരം തരുവാണെങ്കിൽ ഞങ്ങൾ വേണേൽ കേസ് പിൻവലിക്കാം. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെങ്കിൽ നാളെ വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. അവിടെ വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കാം. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ശരി ഞാനൊന്ന് ആലോചിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. പിന്നീട് മുത്തശ്ശൻ നേരെ ആദർശനെ വിളിക്കുകയാണ്. ആദർശനെ വിളിച്ചിട്ട് ആദർശനോട് ചോദിച്ചു, എന്താടാ ആദർശേ, അവിടെ എന്താ പ്രശ്നം? അല്ല മുത്തശ്ശ, അത് സത്യം പറ, അനി എവിടെയാ? അത് അനി പോലീസ് ലോക്കപ്പിലാ. പോലീസ് ലോക്കപ്പിലോ? എന്നിട്ട് നീയൊക്കെ എന്നോടൊരു വാക്ക് പറഞ്ഞോടാ. പോയി ജയന്റി ഫോൺ കൊടുക്കാൻ പറയാണ്. ജയന്റിയിലേക്ക് പോയി ഫോൺ കൊടുത്തു. മുത്തശ്ശൻ പൂരം ചീത്തയാ. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് നീയൊക്കെ എന്നോട് എന്താടാ ഒരു വാക്ക് പോലും പറയായിരുന്നേ?
അത് പിന്നെ അച്ഛൻ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് കരുതിയിട്ട് അച്ഛൻ തീർത്ഥാടനത്തിന് പോയിരിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറയല്ലെന്ന് നിനക്കൊക്കെ ഉണ്ടോ? അപ്പൊ എല്ലാരും കൂടെ എന്നാ എന്റെ കൊച്ചുമാൻ അനിയൻ ജയിലിലാക്കാനാണോ പുറപ്പാട്? അല്ല അത് പിന്നെ അച്ഛ കൂടുതലൊന്നും പറയണ്ട. ഇപ്പോഴെങ്കിലും ആ വേണു വിളിച്ചു പറഞ്ഞ ഞാൻ ഈ കാര്യങ്ങൾ അറിയുമോ? അല്ലച്ച അയാളാണോ വിളിച്ചു പറഞ്ഞേ? അയാൾ വിളിച്ചു പറഞ്ഞു. എന്താണെങ്കിലും ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് തിരിക്കുക. നാളെ നേരം വിളിക്കുമ്പോഴത്തേനും ഞാൻ അവിടെ എത്തും. ബാക്കി കാര്യങ്ങൾ അവിടെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അതും പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശൻ കൂട് കട്ട് ചെയ്തു. ആദർശ് ജയനോട് പറഞ്ഞു, ഇനിയിപ്പം എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. മുത്തശ്ശൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനേ. മുത്തശ്ശൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അവർക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ സമയം രാത്രി തന്നെ CI വക്കീലിനെ വേണുവിനെ വിളിപ്പിക്കുക. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. CIയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം അനി അകത്ത് കിടത്തണമെന്ന് മാത്രമാണ്. മൂർത്തിയുടെ നിന്ന് എങ്ങനെയും കിട്ടുന്നത്ര പൈസ അടിച്ചു മാറ്റാവുന്നൊരു ചിന്തയായിരുന്നു വേണുവിന്റെ മനസ്സിൽ. വക്കീൽ എല്ലാത്തിനും ഒത്താശ വന്നു. വക്കീൽ പറഞ്ഞു, പൈസയൊക്കെ മേടിച്ചു തരുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നൊരു കാര്യമുണ്ട്, പൈസ മേടിച്ചു തന്നാലും ഈ കേസ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേണു പറഞ്ഞു, അതൊക്കെ അതിന്റെ വേണ്ട രീതി ഞാൻ ചെയ്തോളാം. ആദ്യം ഒരു പൈസ തരട്ടെ. പൈസ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. CI പറഞ്ഞു, എനിക്ക് നന്ദുവിനെ വിവാഹം കഴിക്കണം. അനിയുടെ മനസ്സിൽ അവളുണ്ടെങ്കിൽ ഒരു കാരണവശാലും നടക്കില്ല. പിന്നെ അവളുടെ മനസ്സിൽ അനിയുണ്ടെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് അവളെ അനിയിൽ നിന്നും അകറ്റണം. അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് അവളെ കല്യാണം കഴിച്ചാൽ മതി. വേണു പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു. ഈ ഒരു പ്രശ്നത്തോട് കൂടിയിട്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. സാറ് വിഷമിക്കണ്ട. നമ്മള് രണ്ടുപേരും ഒത്തൊരുമിച്ചാൽ കാര്യങ്ങളൊക്കെ നല്ല പുഷ്പം പോലെ നമുക്ക് നടത്താൻ പറ്റും. സാറിന്റെ ആഗ്രഹം നടക്കും, എൻ്റെ ആഗ്രഹം നടക്കും. എനിക്ക് എൻ്റെ മകളെ മോചിപ്പിക്കുകയും ചെയ്യാം അവന്റെ പിടിയിൽ നിന്നും. അങ്ങനെ അവര് പരസ്പരം കൈകോർക്കുക. പക്ഷെ വരാനിരിക്കുന്ന വലിയ ദുരന്തം എന്താണെന്ന് അവരറിയുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വക്കീലിന്റെ അടുത്തേക്ക് പോവാണ് വേണു. അങ്ങനെ പോകുന്ന സമയത്ത് അനാമ പറഞ്ഞു, അച്ഛ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ധൈര്യമായിട്ടിരിക്കുക. അങ്ങേര് വരും. ആ കളവിന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വേണു അങ്ങോട്ട് പോയി. അപ്പോഴേക്കും രേവതിയോട് അനാമിക പറഞ്ഞു, അല്ലമ്മേ 20 കോടി കിട്ടുമായിരിക്കുമല്ലേ? അച്ഛൻ 20 കോടി ചോദിച്ച് ചിലപ്പോൾ തരുമായിരിക്കുമല്ലേ? തരാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ. അതുപോലത്തെ ഒരു കാര്യമല്ലേ, ഒരു കുടുക്കല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അവരിരുന്നു. വക്കീലിന്റെ അടുത്തേക്ക് വേണു എന്നിട്ട് സംസാരിക്കുക. അപ്പൊ വേണുവിന് പ്രിയപ്പെട്ട വക്കീലാണ്. സംസാരിച്ച് വേണു പറഞ്ഞു, എനിക്ക് 20 കോടി നഷ്ടപരിഹാരം കിട്ടണം. ആ മൂർത്തി വന്നു കഴിയുമ്പോൾ മൂർത്തിയോട് അങ്ങനെ പറഞ്ഞാൽ മതി. അത് കുഴപ്പമില്ല, സംസാരിച്ച് നോക്കാം. എൻ്റെ മോളുടെ ജീവിതം തകർത്തവൻ അവന്. അപ്പൊ ഇത്രയെങ്കിലും ഞാൻ നഷ്ടപരിഹാരം ചോദിക്കണ്ടേ വക്കീലെ? അങ്ങനെ അവര് സംസാരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോൾ വക്കീല് പറഞ്ഞു, ദേ വേണു കുറച്ച് ഡിമാൻഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കുവാണെങ്കിൽ ഈ കേസ് പിൻവലിക്കാന്നാ പറയണേ. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്ത് ഡിമാൻഡ് എനിക്ക് അറിയണമല്ലോ. അപ്പോഴേക്കും വേണു പറഞ്ഞു, ഒരു 20 കോടി രൂപ നഷ്ടപരിഹാരം തരുവാണെങ്കിൽ ഈ കേസ് അങ്ങോട്ട് പിൻവലിക്കാം. 20 കോടിയോ? അതെ, 20 കോടി എന്നൊക്കെ പറയുമ്പോൾ മൂർത്തി സാറിന് വെറും 10 രൂപ 20 രൂപയിലേ ഉള്ളൂ. കോടിയുള്ള ആസ്തിയുള്ള ആളല്ലേ ഇതൊക്കെ. എന്ത്? അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, 10 രൂപ 20 രൂപ പോലെ ഉള്ളൂ. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിനുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾ ദൂർത്തടിച്ചൊന്നും ചിലവാക്കി കളഞ്ഞിട്ടില്ല. ഒരേ പൈസ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ലാതെ ആരുടെ കട്ടും മോഷ്ടിച്ചും പിടിച്ചു പറിച്ചൊന്നും അല്ല. വേണു പറഞ്ഞു, എൻ്റെ മോളുടെ ജീവിതം അതിന് പകരം ഞാൻ ഇല്ലാതാക്കുന്ന അറിയാലോ. അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയാൽ മതിയുള്ളൂ. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വേണുവിൻ്റെ ആഗ്രഹമാണെങ്കിൽ നഷ്ടപരിഹാരം തന്നേക്കാം. അല്ല ഇപ്പം തന്നെ വേണോ? ഇപ്പം തന്നെ തരുവാണെങ്കിൽ കുഴപ്പമില്ല. പെട്ടെന്ന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, വക്കീലിന്റെ സാന്നിധ്യത്തിൽ ഞാൻ വേണുവിനുള്ള പരിഹാരം കൊടുക്കാൻ പോവാ. ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ? വെറും എല്ലാവർക്കും ഒരു പുല്ല് വിലയുള്ളൂ ഡിവോഴ്സിന്. കൂണ് പോലെയല്ലേ ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ്. അതൊക്കെ ശരിയാ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വക്കീല് മൂർത്തി മുത്തശ്ശനോട് പറഞ്ഞു. എന്നാ ശരി വേണു, എഴുന്നേക്ക്, ഇപ്പൊ തന്നെ കൈയോടെ തന്നേക്കാന്ന് പറയാ. വേണു വലിയ ആളും കളിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂർത്തി മുത്തശ്ശൻ അയാളുടെ കാരണം തീർത്ത് ഒറ്റ എണ്ണം കൂടി കൊടുക്കുവാണ്. എന്നിട്ട് നിനക്ക് നഷ്ടപരിഹാരം ഇത് മതിയോടാ, ഇനി നിനക്ക് പലിശ കൂട്ടി വേണ്ടേ എന്നും പറഞ്ഞ് 2 എണ്ണം കൂടി ഇട്ടുകൊടുത്തു. വേണു അന്തം വിട്ടുപോയി, കവിളത്ത് തടവി നിൽക്കുകയാണ്. നീ എന്താ വിചാരിച്ചേ? ഒരു കള്ളപ്പരാതി കൊണ്ടേ കൊടുത്തിട്ട് എന്റെ കൊച്ചുമാനെ ആത്താക്കി സൂയിക്കാന്നോ? അവനെ ലോക്കപ്പിൽ കിടത്താന്നോ? എടാ, അങ്ങനെ ഒരു മോഹം ഉണ്ട്, അത് മനസ്സിൽ നിന്ന് വായിച്ചാൽ മതി. 20 കോടി പോയിട്ട് 20 രൂപ പോലും തരത്തില്ല. അല്ലാതെ എന്റെ കൊച്ചുമാനെ എനിക്ക് ഇറക്കാനറിയാം. ഈ അനന്തമൂർത്തി വെറുതെ ഇരിക്കാന്നാണോ നീയോ ആലോചിച്ചോണ്ടിരുന്നേ? എടാ, അനന്തമൂർത്തിയെ കുറിച്ച് നീ ഇതുവരെയായിട്ടും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. നിനക്കൊക്കെ തോന്നും പല്ല് കൊഴിഞ്ഞൊരു സിംഹമാന്ന്. അത് വെറും തോന്നല് മാത്രാ.
മൂർത്തി ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. ഇത്രയും നാൾ നീയൊക്കെ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് ഓർത്താ ഞാനൊന്നും മിണ്ടാതിരുന്നേ. പക്ഷെ ഇനി ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഞാനത് ചെയ്തോളാം. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞോ, നീ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് മൂർത്തി മുത്തച്ഛനോട് ഇറങ്ങിപ്പോയി. മുത്തച്ഛൻ പോയിട്ട് വിളിക്കാൻ പറ്റുന്നവരെയൊക്കെ ഞങ്ങൾ വിളിച്ചു, എസ്പിനെയൊക്കെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അനിയെ വിടുവാണ്. അനിക്ക് ജാമ്യം കിട്ടിയ അനിയെ വെറുതെ വിട്ടു. അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല സി ഐ. പക്ഷെ മൂർത്തി മുത്തച്ഛൻ വേറൊരു കാര്യം കൂടെ ചെയ്തു. മൂർത്തി മുത്തച്ഛൻ സി ഐക്കുള്ള മാറ്റം എത്രയും പെട്ടെന്ന് അയാളെ മാറ്റാനായിട്ടുള്ള ഇത് മേടിക്കുകയാണ്. അങ്ങനെ സി ഐക്ക് അവിടെ നിന്ന് മാറ്റം കിട്ടുവാണ്. സി ഐയുടെ അഹങ്കാരത്തിനും ഒരു തീരുമാനമായി. അതോടൊപ്പം തന്നെ മൂർത്തി മുത്തച്ഛൻ ഒരു കാര്യം തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ അനാമികമായിട്ടുള്ള ഡിവോഴ്സ്, അങ്ങനെ അനിയെ കൊണ്ട് ഡിവോഴ്സിന് പെറ്റീഷൻ കൊടുപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. എന്താണെങ്കിലും അനന്തപുരി വീട്ടിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അനാമയ്ക്കും വേണുവിനും ഒക്കെ നല്ല ഇടിവെട്ട് പണിയാ. 5 പൈസ കിട്ടിയതുമില്ല, നാണം കെടുകയും ചെയ്തു. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.